ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് റാഗിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയറും റാഗിയും ഒരേ ലെവൽക്ക് വന്നിട്ടെടുക്കാൻ അരക്കപ്പ് റാഗി ആണെങ്കിൽ അരക്കപ്പ് ചെറുപയർ, ഇനി ഒരു കപ്പാണെങ്കിൽ ഒരു കപ്പ്, രണ്ടും എടുക്കുന്നത് ഒരേ ലെവലിലായിരിക്കണം. എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് നല്ലപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ റാഗി ആണെങ്കിലും ചെറുപയറാണെങ്കിലും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ തലേ ദിവസമാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലേക്ക് ആയപ്പോഴത്തേന് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല പോലെ അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാനകത്തെ വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് ആണ് രണ്ടും പാടെ ഉള്ളത്, അതായത് അരക്കപ്പ് ചെറുപയറും അരക്കപ്പ് റാഗിയും പാടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒറ്റ തവണ അടിച്ചെടുക്കാനുള്ളത് തന്നെ ഉള്ളൂ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്ന ജാർ എടുക്കുക കേട്ടോ. ഇത് തരിതരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി കൂടി പോകരുത്, ഒരു ചെറിയൊരു പീസ് മാത്രം ചേർക്കുക, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചേർക്കുക, ഒഴിവാക്കരുത്. ഇത് ചേർക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഹെൽത്തി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കപ്പ് വെള്ളം കറക്റ്റ് പാകമാണ്. അപ്പോൾ അതിൽ കൂടുതലായി പോവരുത്, അരഞ്ഞു കെട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ റാഗിയും ചെറുപയറൊക്കെ നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേറെ സോഡാപ്പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മളിതിലേക്ക് അരച്ചെടുത്തപ്പോൾ ചേർത്ത ഒരു കപ്പ് വെള്ളം മാത്രമാണ്, വേറെ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കൂടുതലായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കരുതിയ പോലെ കിട്ടൂല കേട്ടോ, പൊട്ടി പൊട്ടി പോവും ഈ ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അത് കറക്റ്റ് ദോശയുടെ മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കാം, മാവൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജോ ബീൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ തക്കാളി, മല്ലിയില അതൊക്കെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല, വെറും ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും പച്ചമുളകുമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചമുളകിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ ഈ ഒരു വെജിറ്റബിൾസും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഹെൽത്തി ആയിരിക്കും. അത് നമ്മൾ രാവിലെയൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അതാ വെജിറ്റബിൾസ് ഇവിടെ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല. എന്നാലും നമ്മുടെ ദോശ ചുട്ടെടുക്കുന്ന ആ ഒരു ടൈമിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 1.5 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് സാധാ ദോശയുടെ പോലെ കൂടുതലായിട്ട് പരത്തി കൊടുക്കരുത്, ചെറുതായിട്ടൊരു കട്ടിയിൽ വേണം ഉണ്ടാക്കാൻ. നമ്മൾ ഊത്തപ്പൊക്കെ തയ്യാറാക്കുന്ന ആ രീതിയിൽ വേണം കേട്ടോ ഇത് തയ്യാറാക്കാനും. കാരണം ഞാൻ ഇത്രയേ ഉള്ളൂ പരത്തി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ വെജിറ്റബിൾസ് ഒന്ന് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ മാവ് ഒഴിച്ചതിന് ശേഷം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലാതെ കുറച്ച് കുക്കായതിൻ്റെ ശേഷം അല്ല, ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഈ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമ്മൾ ഏകദേശം 1 മിനിറ്റോളം തന്നെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ഇത് പകുതിയോളം തന്നെ ഒന്ന് കുക്കായി കിട്ടും. ഇനി ആ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം.
എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യും സൺഫ്ലവർ ഓയിലും പാടെ മിക്സ് ചെയ്തിട്ട് അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഒരു സൈഡ് നല്ലപോലെ ആയിട്ടാണ് നമ്മൾ തിരിച്ചിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവൊന്നുമില്ല. നമ്മൾ തിരിച്ചിട്ടിട്ടും 1 മിനിറ്റോളം തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴും നമ്മൾ അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. പാന് നല്ല ചൂടാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുപയറും റാഗി ആയതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വെജിറ്റബിൾസ് ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തയ്യാറാക്കിയാലോ, അതാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും ദോശയും ഇഡ്ഡലിയും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ചെറുപയറും റാഗിയും വെച്ചിട്ട് ഒരു ദോശ തയ്യാറാക്കി നോക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ദോശയൊക്കെ ഇവിടെ ചുട്ടെടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വെജിറ്റബിൾസ് ചേർത്തതാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും ഹാർഡായി പോകുമോ എന്നുള്ളത്. നല്ല സോഫ്റ്റാണ് കണ്ടോ. ഈ ഒരു ദോശ കഴിക്കാൻ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് പ്ലെയിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ദോശ കണ്ടോ, ഇതും അതുപോലെ തന്നെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മുറിച്ചെടുക്കാനുള്ള ടൈമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിനായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.